സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസ് വീണ്ടും മാറ്റി. റിയാദിലെ കോടതിയാണ് കേസ് നീട്ടിവെച്ചത്. ജലീൽ കണ്ണമംഗലം റിയാദിൽ നിന്ന് വിശദാംശങ്ങളുമായി. ജലീൽ, ഇത് എത്രാമത്തെ തവണയാണ് കേസ് ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നത്? ഓരോ തവണയും പ്രതീക്ഷയോടെ നമ്മളെല്ലാവരും കാത്തിരിക്കും, പക്ഷേ കേസ് മാറ്റിവെക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇത്തവണ എന്താണ് കാരണം? അനുജ, വീണ്ടും നിരാശയാണ്. എന്താണോ മുമ്പൊക്കെ സംഭവിച്ചത് അത് തന്നെ കേസിൽ വിധി പറയുന്നത്, ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയുന്നത് കോടതി വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ജൂലൈ 2 അബ്ദുറഹീമിന്റെ വധശിക്ഷ കോടതി റദ്ദാക്കിയിരുന്നു. അതിനുശേഷം ആ ദിവസം ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഉണ്ടായില്ല. പിന്നീട് പലതവണ 5 തവണ മാറ്റിവെച്ച് ഇത് 6ാമത്തെ തവണ ഇന്നും ആ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. വിധി പറയുന്നത് റിയാദ് ക്രിമിനൽ കോടതിയാണ് ഇന്ന് കേസ് വീണ്ടും മാറ്റിവെച്ചത്. പുതിയ തീയതി അറിഞ്ഞിട്ടില്ല. ഇതിനുള്ള കൃത്യമായ കാരണവും കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. നമുക്കറിയാം, സൗദിയിലെ നിയമപ്രകാരം ഇത്തരം കേസുകളിൽ പ്രൈവറ്റ് ഒഫൻസും ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ പബ്ലിക് ഒഫൻസും ഉണ്ട്. പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് ഈ സൗദി ബാലന്റെ കുടുംബം അബ്ദുറഹീമിന് മാപ്പ് നൽകിയതോടുകൂടി പ്രൈവറ്റ് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് അവസാനിച്ചു. എന്നാൽ പബ്ലിക് ഒഫൻസുമായി ബന്ധപ്പെട്ട കേസ് അത് വിധി വന്നിട്ടില്ല. അതിനുശേഷം മാത്രമേ അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വിധി വരികയുള്ളൂ. ഇന്നെങ്കിലും ഈ മോചന ഉത്തരവ് പ്രതീക്ഷിച്ചിരുന്നു. രാവിലെ സൗദി സമയം 8 മണിക്ക്, ഇന്ത്യൻ സമയം 10:30 മുതലാണ് ഓൺലൈൻ വഴി കോടതി കേസ് പരിഗണിച്ചത്. അബ്ദുറഹീമും അഭിഭാഷകനായ റെനയും ഒസാമയും എല്ലാം ഈ ഓൺലൈൻ വഴി കോടതിയിൽ ഹാജരായിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ 18 വർഷത്തോളമായി ജയിലിൽ തുടരുകയാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം. വധശിക്ഷ റദ്ദാക്കിയിട്ടും ഇതുവരെ മോചനമായിട്ടില്ല. മറ്റു തടസ്സങ്ങളൊന്നും മോചനത്തിന് ഇല്ല എന്നാണ് കരുതിയിരുന്നത്. അത് തന്നെയാണ് റിയാദിലുള്ള നിയമസഹായ സമിതിയും പറഞ്ഞിരുന്നത്. ഇനി പുതിയ തീയതിക്കായുള്ള കാത്തിരിപ്പിലാണ്. 2006 അബ്ദുറഹീം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിലാകുന്നത്. 15 മില്യൺ റിയാൽ നഷ്ടപരിഹാരം മലയാളികളൊക്കെ സ്വരൂപിച്ച് നൽകിയതിനു ശേഷമാണ് അബ്ദുറഹീമിന് ആ കുടുംബം മാപ്പ് നൽകിയതും വധശിക്ഷ റദ്ദാക്കിയതും. ഇനി ജയിൽ മോചനത്തിനായുള്ള കാത്തിരിപ്പിലാണ്, പുതിയ തീയതിക്കായുള്ള കാത്തിരിപ്പിലാണ് അനുജ. അതിപ്പോ ഇനി അടുത്ത നടപടി എന്തായിരിക്കും? ഇനി പൂർത്തിയാക്കാനുള്ളത് എന്താണ് ജലീൽ? അതിൽ പെട്ടെന്ന് കോടതി നടപടികളിലേക്കൊക്കെ പോകാനും അത് പൂർത്തിയാക്കപ്പെടാനും ഒക്കെയുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ? എന്താണ് അഭിഭാഷകർ പറയുന്നത്? അനുജ, ഒന്നുകൂടെ ആവർത്തിക്കാം. അതായത് ഇനിയിപ്പോൾ അടുത്ത കോടതി നടപടിയിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്താണ്? പുതിയ തീയതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പുതിയ തീയതി കിട്ടിയതിന് ശേഷമേ ഇനി കേസ് എന്ന് പരിഗണിക്കൂ എന്ന് അറിയുള്ളൂ. എന്നാൽ ഇന്ന് കേസ് പരിഗണിച്ചുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത് മാറ്റിവെക്കാനുള്ള കാരണം എന്നത് ഇതുവരെ കോടതിയിൽ നിന്നോ അഭിഭാഷകരിൽ നിന്നോ അതോടൊപ്പം തന്നെ നിയമസഹായ സമിതിയിൽ നിന്നോ ഇതുവരെ ലഭിച്ചിട്ടില്ല. ശരി, ഏറ്റവും നിരാശപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത്. 6ാം തവണയാണ് ഈ കേസ് മാറ്റിവെച്ചത് റിയാദിലെ കോടതി. എന്താണ് ഇത്തവണത്തെ കാരണം എന്നുള്ളത് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ തവണ എല്ലാം സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് നീട്ടിവെച്ചത്. ഇനി എന്നാണ് അടുത്ത ദിവസം കോടതി ഇത് പരിഗണിക്കുന്നതെന്ന് അറിയില്ല. ഇന്നത്തെ ഈ വിഷയം എന്താണ് എന്നുള്ളതും അറിയില്ല.